നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് നടന്ന പ്രതിപക്ഷ പോരിനിടയിലുണ്ടായ പിണറായി വിജയനോട് കടുത്തു കയറുന്ന ബാലഗോപാലിന്റെ ആ ഒരു ഓഡിയോ കേൾക്കാം, ശേഷമാകാം ബാക്കി. നിരന്തരമായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതാണ് നിരന്തരമായ രീതിയാണ് സാർ. എല്ലാവരും പറഞ്ഞതാണ് എന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടത് അവരെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോണ്ടിരിക്കണം. പ്രതിപക്ഷ നേതാവ് ഇത് ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ എന്നൊരു ശങ്ക ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ തരത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി. അപ്പൊ അതുമായി സഹകരിക്കാൻ ഞങ്ങൾ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. കേരളത്തിൽ ഭരണം മാറിയെങ്കിലും നിയമസഭയിലെ ഭരണ പ്രതിപക്ഷ പോരാട്ടത്തിന് ഒട്ടും വീര്യം കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലെ ദൃശ്യങ്ങൾ. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞെങ്കിലും സഭയ്ക്കുള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ ഭരണ പ്രതിപക്ഷ വാക്പോരുകൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് മുൻപ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച ശൈലിയിൽ തന്നെ ഭരണപക്ഷത്തെയോ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെയോ കൃത്യമായി പ്രതിരോധിക്കാൻ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന് സാധിക്കുന്നത് കോൺഗ്രസ് സൈബർ പേജുകൾ വലിയ ആവേശത്തോടു കൂടിയാണ് കൊണ്ടു നടക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനും പുതിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിലുള്ള നേരിട്ടുള്ള വാക്പോരുകൾ സഭയെ പലപ്പോഴും ചൂടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ട്രോളന്മാരും സമൂഹ മാധ്യമങ്ങളും ഇപ്പോൾ ആഘോഷമാക്കുന്നത് മറ്റൊരു രസകരമായ ഈ സംഭവമാണ്. ഭരണപക്ഷ നിരയിൽ നിന്നും മന്ത്രി ഷിബു ബേബി ജോൺ ഉന്നയിച്ച കടുത്ത ആരോപണങ്ങൾക്ക് പ്രതിപക്ഷ നിരയിൽ നിന്നും മുൻ ധനമന്ത്രി കൂടിയായ കെ.എൻ. ബാലഗോപാൽ നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഷിബു ബേബി ജോണിന്റെ ആരോപണങ്ങൾ കടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തൊട്ടരികിലിരുന്ന കെ.എൻ. ബാലഗോപാൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് രൂക്ഷമായി പ്രതികരിക്കുകയായിരുന്നു. ഈ സമയം അത്രയും തൊട്ടടുത്തിരുന്ന പിണറായി വിജയൻ ഒന്നും മിണ്ടാതെ ശാന്തനായി ഇരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ട്രോളന്മാർക്ക് ചാകരയൊരുക്കിയ ആ നിമിഷം സംഭവിക്കുന്നത്. രൂക്ഷമായി പ്രതികരിക്കുന്നതിനിടയിൽ കെ.എൻ. ബാലഗോപാൽ തൊട്ടരികിലിരുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി. ശേഷം എന്തിനാ ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, വല്ലതുമൊക്കെ പറയേണ്ടതാണ് എന്ന ഭാവത്തിൽ ഒന്ന് പൊട്ടിത്തെറിച്ചു. ട്രോളർമാർ തങ്ങളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ഈ ദൃശ്യങ്ങളെ കൈകാര്യം ചെയ്തതോടുകൂടി സംഗതി സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി. ഇങ്ങനെ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കാതെ വല്ലതും പറയണോ എന്ന് ബാലഗോപാൽ പിണറായി വിജയനോട് നേരിട്ട് പറയുന്ന രീതിയിലാക്കി ട്രോളന്മാർ. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ ഹിറ്റാണ്. നിമിഷങ്ങൾക്കകം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് പുതിയ നിയമസഭയിലെ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചതും ചർച്ചയാക്കിയതും. കെ.എൻ. ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നേർക്കു നോക്കി എന്താ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഇവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കേണ്ടേ, അവർ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കണോ എന്ന് പറയുന്നതിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാർ ഏറ്റെടുത്തത്. ഇങ്ങനെ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കാതെ വല്ലതും വാതുറന്ന് പറയണോ എന്ന് ബാലഗോപാൽ പിണറായിയോട് ആവശ്യപ്പെടുന്ന രീതിയിലാണ് ദൃശ്യങ്ങൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ട്രോളന്മാർ വലിയ രീതിയിൽ ആഘോഷമാക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ ഈ പിണറായി വിജയൻ ചാടി എഴുന്നേൽക്കുകയും ഇത് ആരെയൊക്കെ കരുതിക്കൂട്ടി പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് സാർ എന്ന് പറയുമ്പോൾ ബാലഗോപാൽ എന്ന് അദ്ദേഹത്തെ നോക്കുന്നതും കാണാമായിരുന്നു. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ സംഭവം വൈറലായിരിക്കുകയാണ്.